നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? അതായത് ആകർഷണ നിയമം ഉപയോഗിച്ച് പലതും നേടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ടാകും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ അഫർമേഷനുകൾ പറഞ്ഞിട്ടും വിഷ്വലൈസേഷൻ ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നടക്കും, ചിലപ്പോൾ നടക്കില്ല. അതുമല്ലെങ്കിൽ പലപ്പോഴും അത് പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് വൈകിപ്പോവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ചിലപ്പോൾ ഒരു പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യമാകാം, അല്ലെങ്കിൽ ഒരു വീട്, ഒരു വാഹനം, അങ്ങനെ എന്തുമാകാം. അത് വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ട പല ധാരണകളെയും തിരുത്തി കുറിക്കുന്ന ഒരു രഹസ്യമാണിത്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. കാരണം ഞാൻ ഇന്ന് പറയുന്ന ഈ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം. ആരുടെ പ്രതിരോധമാണ്? പറയാം. നിങ്ങൾ ഒരു FM റേഡിയോ ട്യൂൺ ചെയ്യുകയാണ് എന്ന് കരുതുക. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേഷൻ 103 FM ആണ് എന്നും കരുതുക. പക്ഷേ അവിടെ നിറയെ കരകരപ്പും ശബ്ദശല്യവുമൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കും. എനിക്ക് ആ ജോലി കിട്ടി എന്ന് നിങ്ങൾ അഫർമേഷൻ പറയും. പക്ഷേ തൊട്ട് പിന്നാലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു ശബ്ദം ഇങ്ങനെ ഉയർന്നു വരും: ഏയ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്കതിനുള്ള യോഗ്യതയില്ല. ഈ സംശയമാണ്, അല്ലെങ്കിൽ ഈ ആന്തരിക ശബ്ദമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പ്രതിരോധം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ പ്രതിരോധം തീർക്കുന്നതാരാ? അതും നിങ്ങളുടെ തന്നെ മനസ്സാണ്. ഈ റെസിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തില്ല. സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ വഴിയരികിൽ നിന്ന് നിങ്ങളൊരു 10 രൂപ നാണയം കിട്ടുന്നതും അതുപോലെ തന്നെ ഒരു വലിയ ബംഗ്ലാവ് സ്വന്തമാക്കുന്നതുമെല്ലാം ഒരേ വിധത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, അല്ലേ? കാരണം 10 രൂപ നാണയമെന്ന് പറയുന്നത് എനിക്കും കിട്ടാം എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉറപ്പുണ്ട്. അതായത് അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് കാണുന്നില്ല. മാത്രമല്ല, അതവിടെ ഉറപ്പാണ്. അവിടെ അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റൻസും ഇല്ല. പക്ഷേ ഒരു ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഒരു 100 കൂട്ടം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതെങ്ങനെ കിട്ടും? എവിടുന്ന് കിട്ടും? അതിനുള്ള പണം എനിക്കില്ലല്ലോ, അതിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. അങ്ങനെ ഒരു ബംഗ്ലാവ് എനിക്ക് കിട്ടിയാൽ ഞാൻ അവിടെ എങ്ങനെ താമസിക്കും? അവിടെ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഈ വിധത്തിലൊക്കെയാണ്. ആ റെസിസ്റ്റൻസാണ് ഇതിനെ വൈകിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിരോധത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ്, അത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു സംശയമുണ്ട്. അത് സംഭവിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു, അഥവാ അത് സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട്, അല്ലേ? പക്ഷേ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് നോയിങ് സ്റ്റേറ്റ്. അതായത് അത് സംഭവിക്കുമെന്ന് എനിക്ക് 100% അറിയാം. മനസ്സിലായോ? അത് സംഭവിക്കുമെന്ന് എനിക്ക് 100% അറിയാം, അല്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സൂര്യൻ ഉദിക്കും എന്ന് ചിന്തിക്കുകയാണോ ചെയ്യുന്നത്?
അതോ സൂര്യൻ ഉദിക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ്, അല്ലേ? അവിടെ നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം അതെന്ത് തന്നെയായാലും അത് സംഭവിക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ നിങ്ങൾ അറിയുന്ന ആ നിമിഷത്തിൽ അവിടെ ആ പ്രതിരോധം, റെസിസ്റ്റൻസ് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. എനിക്ക് ആ കോൾ വരും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അടുത്ത 1 മണിക്കൂറിൽ അവർ എന്നെ വിളിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഐ നോ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഐ നോ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ശാന്തമായിട്ട് വിശ്വസിക്കുക. ആ ശാന്തതയിലാണ്, അതായത് റിലാക്സ്ഡ് ഡിറ്റാച്ച്മെൻറ്റിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. ഈ നോയിങ് സ്റ്റേറ്റ് എത്രമാത്രം അത്ഭുതം സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഒരു അനുഭവത്തെ പങ്കുവയ്ക്കാം. എൻ്റെ അടുത്ത് മെൻറ്ററിങ്ങിന് വന്നിരുന്ന അജയ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ബോർഡ് അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മറ്റൊരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, താങ്കളെ പിന്നീട് പരിഗണിക്കാം എന്നാണ്. അപ്പോൾ അജയ് വളരെ സങ്കടത്തോടെ എന്നെ വിളിക്കുകയാണ് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി. ഞാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അജയ് എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടെ പറയുകയാണ്, ഈ വിധത്തിലൊക്കെയാണ് കാര്യങ്ങൾ, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടത്? ഞാൻ വളരെ ശാന്തമായിട്ട് അജയനോട് പറഞ്ഞു, അജയ്, അവർ വേറൊരാളെ എടുത്തു എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷേ ആ ജോലി നിനക്കുള്ളതാണ് എങ്കിൽ അത് നിന്നെ തേടി വരും. ആ ജോലി നിനക്ക് കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ജോലി നിൻ്റേതാണ് എന്ന് നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇപ്പം മുതൽ ആ ജോലി നിൻ്റേതാണ് എന്ന് നീ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തുടങ്ങുക. ഒരു ടെൻഷനുമില്ലാതെ വളരെ ശാന്തമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ആ ജോലി കിട്ടി എന്നുള്ള ആ മാനസിക അവസ്ഥയോട് കൂടിയിട്ട് നീ നിലനിൽക്കൂ എന്ന് പറഞ്ഞു. അജയ് ആ നിർദ്ദേശത്തെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. എന്താണ് എൻഡ് റിസൾട്ട് എന്നറിയാമോ? അതിനടുത്ത ദിവസം വൈകുന്നേരം അവന് ആ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. അവർ ഇതിനോടകം സെലക്ട് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പുതിയ കാൻഡിഡേറ്റ് ഇല്ലേ, അയാൾ മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയെന്നും അതുകൊണ്ട് അജയിനോട് അതിനടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്തോളാനും പറഞ്ഞു. വാസ്തവത്തിൽ ഇത് വെറുമൊരു ഭാഗ്യമൊന്നുമല്ല, മറിച്ച് അവൻ ആഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് അവൻ ടെൻഷനൊന്നുമില്ലാതെ വളരെ റിലാക്സ്ഡായിട്ട് അലൈൻ ചെയ്ത സമയത്ത് പ്രപഞ്ചം അവന് വേണ്ടി ആ അവസരം ഒരുക്കി കൊടുത്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? സംശയങ്ങളില്ലാതെ ഒരു കാര്യം സംഭവിക്കും എന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമായിട്ട് മാറും. ഈ ടെക്നിക്ക് ഇന്ന് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, തുടക്കത്തിൽ തന്നെ വലിയ ഒരു കാറോ വീടോ അല്ലെങ്കിൽ വളരെ വലിയ കാര്യങ്ങളോ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അവിടെ ഒരുപക്ഷെ റെസിസ്റ്റൻസ്, പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. പകരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങണം. ഉദാഹരണത്തിന് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ തിരക്കുള്ള സമയമാണ് എങ്കിലും എനിക്ക് വാഹനം പാർക്ക് ചെയ്യാൻ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്, ഐ നോ എന്ന് മനസ്സിൽ പറയണം. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു മെസ്സേജ് വരും എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വിധത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒരു പ്രതിരോധവുമില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആദ്യം ശ്രമിക്കുക. ആ വിശ്വാസത്തോടെ ശാന്തമായിട്ട് നിങ്ങളുടെ ജോലികൾ തുടരണം. ആ റിസൾട്ട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ടെക്നിക്ക് വിജയിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. പിന്നീട് താരതമ്യേന വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വളരെ എളുപ്പമാണ്, അല്ലേ? പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ നെഗറ്റീവ് ചിന്തകൾ കാരണം എല്ലാ കാര്യങ്ങളെയും സംശയത്തോടു കൂടി
മാത്രം കാണുന്നവരാണ് നിങ്ങളിൽ ചിലരെങ്കിലും. അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രമിച്ചാലും ആ ഒരു നോയിങ് സ്റ്റേറ്റിലേക്ക്, ആ ഉറപ്പിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിലുള്ള തടസ്സങ്ങളുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ സ്വന്തം മനസ്സിൻ്റെ സംശയങ്ങളിൽ തന്നെ പെട്ട് ജീവിതത്തിൽ സ്ട്രക്കായി നിൽക്കുന്നവരെ, ജീവിതത്തിൽ എങ്ങും എത്താതെ നിൽക്കുന്നവരെ, ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവരെയൊക്കെ അതിൽ നിന്നും മോചിപ്പിച്ച് പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക്, അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി ആൽക്കമി 2.0 എന്നുള്ള എക്സ്ക്ലൂസീവ് ഓൺലൈൻ മെൻറ്ററിങ് പ്രോഗ്രാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വിദ്യയാണ് ആൽക്കമി എന്ന്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആ പരാജയബോധത്തെയും സംശയങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റി അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെയും ഡീപ്പ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയുമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അനായാസം എത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ആൽക്കമി 2.0. ജീവിതത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിലോ 7736298611 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ചിന്തിക്കുന്നതൊക്കെ നിർത്തി വിശ്വസിക്കാൻ തുടങ്ങണം. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ കാര്യം അതെന്താണ് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഈ വിധത്തിലുള്ള മഹത്തരമായിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.